ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്തുകൊണ്ട് നമുക്ക് നല്ല രുചിയോടുകൂടി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 500 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള തൊലി ഇതുപോലെ ഒന്ന് എടുത്ത് കളയാം. അതിനുശേഷം തലഭാഗം എടുത്ത് കളയാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ്റെ മുകളിലായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കറുത്ത കളറിൽ നാര് പോലെ ഒരു ഭാഗം കാണാം. അത് നമുക്ക് എടുത്ത് കളയണം. കത്തി കൊണ്ട് നീളത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് എളുപ്പത്തിൽ തന്നെ എടുത്ത് കളയാവുന്നതാണ്. നമ്മളിത് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരമുറി നാരങ്ങാ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കൊണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് 10 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് മതിയാകും. ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എണ്ണയിൽ കിടന്ന് വേവിച്ചെടുക്കാൻ പാടില്ല. ചെമ്മീനെല്ലാം ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെക്കാം. നാടൻ ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് മൺചട്ടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സമയം മുമ്പ് വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ചേർത്തിരുന്ന തക്കാളി ഉണ്ടല്ലോ, അതിലുള്ള വെള്ളം തന്നെ മതിയാകും ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരുന്ന തക്കാളിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് ഈ ചെമ്മീനിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ തക്കാളി ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി നമുക്ക് ചൂട് ചോറിനൊപ്പം കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.